നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാമ്പഴ കറിയാണ്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നാടൻ മാങ്ങ 6 എണ്ണം തൊലി പൊളിച്ച് എടുത്തിരിക്കുന്നതാണ്. തേങ്ങ 1 മുറി, ഉള്ളി 3 എണ്ണം എടുത്തിട്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിന്, ഉലുവാപ്പൊടി, കറിവേപ്പില, പച്ചമുളക്, വറ്റൽമുളകും ചുവന്നുള്ളിയും. ഇത് കടുക് തളിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടി. ആദ്യമായിട്ട് നമുക്ക് മാങ്ങയിൽ മഞ്ഞൾപ്പൊടി ചേർത്ത്, മഞ്ഞൾപ്പൊടിയും 1 നുള്ള് ഉലുവാപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് വേകാൻ വെക്കാം. മാങ്ങയ്ക്ക് മേലെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് വേകാൻ വെക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. മാങ്ങ നമ്മൾ വേകാൻ വെച്ചു. ഇനി നമുക്ക് അരപ്പരയ്ക്കാം. അതിന് തേങ്ങയും ഉള്ളിയും പച്ചമുളകും മഞ്ഞളും കൂടി ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. മാമ്പഴം വേവാൻ വെച്ചത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയും ഉള്ളിയും മുളകും മഞ്ഞളും ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മാങ്ങ വേവിച്ചത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. മാമ്പഴക്കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ തിളച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് തളിച്ച് ചേർക്കാം. അതിനുവേണ്ടി ഇത് മാറ്റി വയ്ക്കും. കടുക് തളിക്കുന്നതിന് വേണ്ടി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചു. പാൻ ചൂടാക്കി കഴിയുമ്പോഴേക്കും എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ കടുക് ഒരു നുള്ളു ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നു, ആഡ് ചെയ്യാം. ഉള്ളി ഇത് ചെറുതായിട്ട് വഴന്ന് വരുമ്പോഴേക്കും വറ്റൽമുളക് മുറിച്ച് വെച്ചിരിക്കുന്നു, ആഡ് ചെയ്യാം.
ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മാമ്പഴക്കറി റെഡി ആയിട്ടുണ്ട്.